ഗൈസ് സ്റ്റേഷൻ്റെ ഇവിടുത്തെ രോമം മൊത്തം പോയി ഗൈസ്. ഇപ്പുറത്തുണ്ടോ? ഇപ്പുറത്ത് പോയിരിക്കുന്നു. കാലണിച്ച് ഇവിടെ ഇല്ലേ? എങ്ങനെ പോയതാ? കഠിനമായ നമ്മുടെ ഡാൻസിന്റെ പ്രാക്ടീസിനിടയിൽ ഉറഞ്ഞുപോയി. വേദന ആ കണ്ണുകളിലേക്ക് കാക്കപ്പുള്ളി ഞാൻ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ കറക്റ്റ്. ഇന്ന് ഡേറ്റ് എന്താ രാഹുൽ സുരേഷ്? 29th August 2024. നീ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ പോയി ഉറങ്ങാൻ പോയല്ലോ. ഇന്നാണ് ശരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇന്ന് നമ്മളുള്ളത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ചിത്രാഞ്ജലിയിൽ ഫസ്റ്റ് 2-3 കുറച്ച് ഷോർട്സ് ഇവിടെ എടുത്തിട്ട് സീൻസ് എടുത്തിട്ട് പിന്നെ ഷിഫ്റ്റാണ് പാപ്പച്ചാണി നമ്മുടെ പഴയ വീട്ടിലോട്ട്. നമ്മുടെ പാപ്പക്കളൻ്റെ സീൻസാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. രാഹുൽ സുരേഷ്, നീ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഇടപെടാ. നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ലൈവ് പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വ്യൂ പോയിന്റ്. ടീം അവിടെ ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഡേ ആണ്. ആ പറയാനുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞു. നീ പറഞ്ഞാൽ ലാസ്റ്റ് ഡേ പറയുള്ളൂ. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ലെഫ്റ്റ്. എനിക്ക് ബാക്ക് ക്യാമറ ആണോ? ഞാൻ അവിടെ നിൽക്കും. ഇന്റർവ്യൂ. നല്ല സ്ഥലം. പറഞ്ഞോ. അങ്ങനെ നമ്മുടെ പ്രിയ പരമ്പര കാതോട് കഥ അവസാനിക്കുകയാണ്. കാതോട് കഥത്തിന്റെ അവസാന ദിവസത്തെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം 8:45 ആവുന്നു. പാപ്പക്കളനോട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷൂട്ട് ആവുന്നേ ഉള്ളൂ. ഇപ്പം ഈ അവസാന ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്, വി ഹാഡ് എ ഗുഡ് ടൈം. നല്ല അടിപൊളി ആയിട്ട് എൻജോയ് ചെയ്ത് 1 വർഷം 2 മാസം നമ്മൾ ഷൂട്ട് ചെയ്തു. 2.5. ഒരു ദിവസം പോലും ഈ ഷൂട്ട് ചെയ്തതിൽ ഒരു ദിവസം പോലും നമ്മൾ വർക്ക് ചെയ്യാവുന്നൊരു ഫീൽ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ആയതുകൊണ്ട്, ഒരു പാഷൻ ആയതുകൊണ്ട് ഒരു വർക്കിംഗ് ഫീൽ കിട്ടിയിട്ടില്ല. അതിലുപരി ഈ ഇവിടുത്തെ ആൾക്കാർ, ആ സെറ്റിലെ കംഫർട്ട്, ഇവിടെയുള്ള എല്ലാവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെയാണ് നമ്മുടെ ഇത്ര നാൾ ഓരോ ദിവസവും കടന്നു പോകണം നമ്മൾ അറിഞ്ഞിരുന്നു പോലുമില്ല. സോ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ എപ്പിസോഡ് കുറച്ചുകൂടി ഉണ്ടാവും. ഒരു September 22 വരെ ഉണ്ടാവും. അങ്ങനെ കാതോട് കഥ അർജുൻ സൈനിങ് ഓഫ്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇനിയും വ്ലോഗിലും കാര്യങ്ങളിലും വരും. അതെ. അപ്പം നമ്മുടെ അടുത്ത ഇനി ഫ്യൂച്ചർ പരിപാടികളിലൊക്കെ നിങ്ങൾ ഇത്ര നാളെന്ന സപ്പോർട്ടും കാര്യങ്ങളും അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ശരിക്കും സംസാരിക്കണോ? ഇതെന്റെ ശരിക്കും സംസാരം കേട്ടാ. നിങ്ങൾ ഇത്ര നാളെന്ന സപ്പോർട്ടും കാര്യങ്ങളും ഫീഡ്ബാക്ക്, അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്, മോട്ടിവേഷൻ ആയിട്ടുണ്ട്. കാര്യങ്ങൾ ഇനിയും അടുത്ത സീൻ ഇതിലും നന്നായിട്ട് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യുമല്ലേ? അത്ര ഞാൻ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്തില്ല. അത് ഭയങ്കരമായിട്ട് പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം, അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മളിതിനെ സപ്പോർട്ട് ചെയ്ത ഫീഡ്ബാക്സ്. ഇത് എന്റെ വ്ളോഗ്, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. പറഞ്ഞു വരും അപ്പൊ ഇടയ്ക്കല്ലേ ഇപ്പോഴാണ് കറക്റ്റ് രാഹുലായത്. അത് അതിനെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹലോ. പിന്നെ കൃഷ്ണേന്ദു, ഉണ്ണികൃഷ്ണൻ, പൊളി. അടുത്ത് എന്ത് പറഞ്ഞു? നിന്റെ പേര് പറഞ്ഞു. കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ, പൊളി. പൊളി എന്നാണ് പറഞ്ഞു. ഓക്കെടാ. പിന്നെ എന്താ പറയാ, കൃഷ്ണേന്ദു ആയിട്ടുള്ള ഒരു
ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നമുക്ക് ആ അർജുൻ മീനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒത്തിരി ലൈഫ് കൊടുക്കാൻ സാധിച്ചത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്കും തോന്നി. അത് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി വഴിയെ പറയാ, സമയമുണ്ടല്ലോ, ഒറ്റടിക്ക് വേണ്ട. നീ മറന്നു, ഞാൻ കിട്ടുന്നില്ല. എന്നെ കുറിച്ച് പൊക്കി പറയണം. അതുണ്ട്, സമയമുണ്ട്. സമയമില്ല. പാപ്പക്കൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. ഇവിടെ ഇതിന് മുകളിൽ ഞാൻ ഓടാൻ പറ്റുമോ? ഞാൻ നോക്കൂ. പൊക്കോ. ആ, ഇവിടുന്ന് ചാടിയിട്ട് അങ്ങോട്ട് തിരിച്ചു തന്നെ. ആ 3, 2, 1 ഓട്ടെ. പോ. ആ അയ്യേ, ഇത് വരുന്നില്ല ഇങ്ങോട്ട്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരാം. ആ കല്ലിന്ന് വാ. ആ കല്ല് നിക്ക്. ആ കല്ല്, ആ അതിനെ ഫോഴ്സ് ഉള്ളു. മണ്ടി ആ കല്ല് നിക്കാൻ. ആ നീ ചാടിക്കോ. ആ ഓപ്പറേഷൻ ചെയ്യാൻ പോരാ ശരാഹുലിനവനിത്. ഇത് ശരിക്കും മറ്റേ സൈക്കോസിസ്. ഞാൻ ഡോക്ടറാണോ? നടക്ക്. ഓപ്പറേഷൻ ചെയ്തിട്ട് വരാം. ഞാൻ ഡോക്ടറല്ല, ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതാ. ഊളം പറയോ? ആ ഓപ്പറേഷൻ ചെയ്തിട്ട് വരാം. അവിടെ സാധനം തൂക്കിയിട്ടില്ലേ, അതെങ്കിലും കൈ കൊടുക്കുന്നു, വേറെ ഒന്നുമില്ലെങ്കിലും. ആ നേഴ്സ് കുറച്ച് പുറകിലിരുന്നാ. ആ നേഴ്സ് ആ ട്രെയിൻ പോയല്ലേ. വിഷമത്തോടെ നോക്കിയിരുന്നാൽ മതി കേട്ടോ. റെഡി. പെയിനൊക്കെ ഉണ്ട്. ഡോക്ടർ കുറച്ച് ബാക്ക് പോകും. ഇതിൽ ബാക്ക് വരാതാ. അല്ല, സെപ്പറേറ്റ് കട്ട് പോവാ. ഇതിപ്പോ വൈഡ് തന്നെ വെച്ചോ. മീൻ കണ്ണു കട്ട് പോവാ. ആക്ഷൻ. ഡോക്ടർ വായിച്ചോണ്ടിരുന്നോ? കളയാന്ന് അവനൊക്കെ എന്തിനാണെന്ന്. അവിടെ അതിന്റെ ആ
സൈഡിൽ ഡിവൈഡർ ഞാനെന്താ ഹേമ കമ്മീഷനൊക്കെ ഉള്ളത് ഒന്നും പറയാനും പറ്റില്ല, തൊടാനും പറ്റില്ല. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി കേട്ടോ. റിയാക്ട് ചെയ്തു. അപ്പോ ചോദിച്ചു നോക്കിയേ. ഇവിടെ ചുമന്ന് ഉടുപ്പിട്ട് ആരെങ്കിലും കണ്ടാർന്നു? ഇയാളാണ് എല്ലാം പാളി. നമുക്ക് അവന്റെ തുസിയില് വീണ്ടും ഒന്നുകൂടി എടുത്ത് ഡയൽ ചെയ്യാൻ ശ്രമിച്ചോ. ചെവിയിൽ വെച്ചോ. കടി. ഓക്കെ. മീനുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഗേസ്. കഥോട്ട് കഥ വരും. അതുകൊണ്ട് കഥ വരും. ഇതിന്റെ ചെറിയ സംഭവം ഇതാ എന്റെ ഒരു ചെറിയ സംഭവം. പോണവൻ. സോ ഗൈസ്, ഇത് രാഹുൽ സുരേഷിൻ്റെയും നവനീത കൃഷ്ണൻ്റെയും ലാസ്റ്റ് സീനാണ്. അതോടും എന്നിട്ട് ഞാൻ ചാവാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എന്താണ് ചേച്ചി ബൈ. ഇതിൻ്റെ അടുത്തൊരു വീഡിയോ എടുത്താണ്. എന്തിനാ
ഇവിടെ കെട്ടിപ്പിടിച്ചാൽ എനിക്കില്ലെന്നൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ കാതോരം പാക്കപ്പ്, ഫുൾ പാക്കപ്പ്. സങ്കടം വരുന്നതാണോ എനിക്ക്? അപ്പൊ നമുക്ക് ഏതെങ്കിലും എവിടെയും കാണുന്നു. കയ്യിൽ കിട്ടിയതാ എന്താണ്? എല്ലാരും സോ ഗൈസ്, ഞങ്ങള് പാക്കപ്പായി, കാതോരം ഫുൾ പാക്കപ്പായി. പാക്കപ്പായിരിക്കുന്നു. ഈ മീനുമില്ല, നീ ഉണ്ടോ? അറിഞ്ഞില്ല, വിരോധമില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അയ്യേ പക്ഷേ രാഹുൽ സുരേഷ് ഉണ്ട്, കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, നവനീത് കൃഷ്ണയുണ്ട്. ഹാപ്പി പാക്കപ്പ്. പാസ്വേഡ് ഉണ്ടല്ലോ ഫോട്ടോയ്ക്ക്. കിട്ടോ? ഇറക്കി എടുക്കടാ. വീഡിയോ എടുക്കണം, പേടിക്കണം.